പഠിപ്പിക്കുന്നു. ഇതെന്തുകൊണ്ട് നമ്മുടെ നമസ്കാരത്തിൽ ഇല്ലാതെ പോകുന്നു? ദിക്റിന് വേണ്ടിയുള്ള നിസ്കാരം എന്ന് നമുക്ക് അറിഞ്ഞൂടാ, തഖ്വാക്ക് വേണ്ടിയുള്ള നോമ്പ് എന്ന് നമുക്ക് അറിഞ്ഞൂടാ, തഖ്വ ഉണ്ടാക്കാനുള്ള സക്കാത്ത് നമുക്കറിഞ്ഞൂടാ, ഹൃദയവും ആത്മാവും നന്നാക്കാൻ വേണ്ടിയുള്ള ഹജ്ജ് നമുക്ക് പരിചയമില്ല. ഇബാദത്തുകളുടെ കർമ്മങ്ങളൊക്കെ നമുക്ക് കേവലം ചടങ്ങുകളാണ്. ജീവിതത്തിൽ ആസകലം കച്ചവടമാവട്ടെ, നടത്തമാവട്ടെ, ഇരുത്തമാവട്ടെ, വീടിന്റെ അകത്ത് ഭാര്യയോടുള്ള പെരുമാറ്റമാവട്ടെ, മക്കളോടുള്ള പെരുമാറ്റമാകട്ടെ, സുഹൃത്തുക്കളോടുള്ള പെരുമാറ്റമാകട്ടെ, പള്ളിക്കുള്ളിലും ബോർഡിലും അങ്ങാടിയിലുമുള്ള ജീവിതമാകട്ടെ, മനുഷ്യ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും എല്ലായ്പ്പോഴും അല്ലാഹുവിന്റെ ദിക്ർ വിട്ട്, അതായത് ഹലാലും ഹറാമും വിട്ട് ഒരാൾക്ക് നീങ്ങാൻ പറ്റുമോ? മജാലിസുൽ ദിക്ർ മജ്ലിസുൽ ഹലാലി വൽ ഹറാം. ഹലാലും ഹറാമും പഠിപ്പിക്കുന്ന മജ്ലിസ് ആ ദിക്റിന്റെ മജ്ലിസ് എന്ന് കാണാം. ബഹുമാനപ്പെട്ട ഇമാമുകൾ വിവരിക്കുന്നത്, സ്വഹാബിവര്യന്മാർ പറയുന്നത്, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത് എന്നർത്ഥം. ഹലാലു ഹറാമും അനുസരിച്ച് ജീവിക്കുക, ശറയിലെ ഹലാലു ഹറാമും അനുസരിച്ച് ജീവിക്കുന്നതാ ദിക്ർ. കേവലം നാക്കിൻ തുമ്പിൽ ഉച്ചട്ട് ചൊല്ലുന്നതോ, കയ്യിലൊരു തസ്ബീഹമാല പിടിച്ചിട്ട് മറിക്കുന്നതോ, അല്ലെങ്കിൽ ഒരു നമ്പർ വണ്ണിന്റെ മെഷി എടുത്തിട്ട് ഇങ്ങനെ അടിക്കുന്നതോ ആയി മാറി നമ്മളെ ദിക്ർ. നമുക്കിപ്പോ ദിക്ർ എന്ന് പറഞ്ഞാൽ അപ്പൊ ചെല്ലാന്നാവില്ല, ദിക്ർ ദിക്ർ ചെയ്യല് നമുക്ക് അറിഞ്ഞൂടാ. വാസ്തവത്തിൽ ഈമാൻ, ഹൃദയത്തിന്റെ അകത്ത് വരുന്ന ദിക്ർ, അത് ഈമാനാണ്, അഖീദ ദിക്റാണ്. വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വിശ്വസിക്കൽ അല്ലാഹുവിന്റെ ദിക്റാണ്. നിസ്കാരം അല്ലാഹുവിന്റെ ദിക്റാണ്. ഒരു തഫ്സീർ 5 വഖത്ത് നിസ്കാരം, ഒരു തഫ്സീർ ജുമുഅ നിസ്കാരം. അള്ളാന്റെ ദിക്ർ എന്ന് പറഞ്ഞാൽ ജുമുഅ നിസ്കാരം അല്ലെങ്കിൽ 5 വഖത്ത് നിസ്കാരം. ദിക്ർ എന്നാ പറയുന്നത് കർമ്മമാണ്, പ്രവൃത്തിയാണ്, ദിക്റാണ്. നാക്കുകൊണ്ട് മാത്രം നിർവഹിക്കുന്ന അധര വ്യായാമമല്ല ദിക്ർ, ചൊല്ലാൻ വേണ്ടിയുള്ളതിന് മാത്രമല്ല ദിക്ർ എന്ന് പറയുക. അങ്ങനെ കർമ്മശാസ്ത്രത്തിന്റെ ഒരു പ്രയോഗമുണ്ട് എന്ന് പറയാം. കർമ്മശാസ്ത്രപരമായ പ്രയോഗമല്ല അള്ളാഹു നിസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ ലക്ഷ്യമാക്കുന്ന ദിക്ർ. ജീവിതത്തിൽ ആസകലം ഏലിക്കേണ്ടതും പ്രത്യക്ഷപ്പെടേണ്ടതും ജീവിതത്തിൽ മുഴുവൻ തെളിഞ്ഞു കാണേണ്ടതുമായ മനുഷ്യന്റെ ഹലാല് ഹറാം അനുസരിച്ച ജീവിതമാണ്, തഖ്വയുള്ള ജീവിതമാണ് വാസ്തവത്തിൽ ദിക്ർ. ഈ ദിക്റിനാണ് നിസ്കാരം. ഇതിന്റെ ക്രമം തന്നെ നമ്മൾ പഠിച്ചാൽ ലേശം മനസ്സിലാവും. 5 വഖത്ത് നേരാണല്ലോ നിസ്കാരം, 5 വഖത്ത്. എന്തിനാണ് നിസ്കാരമെന്നും ഈ 5 വഖത്ത് എന്തിനാ കണക്കാക്കിയത് എന്നും ആലോചിക്കുന്ന ഒരു മനുഷ്യന് ജീവിതത്തിലുടനീളം അവൻ ലാക്കിറാവും. കച്ചവടം ചെയ്യുമ്പോൾ അവന് ഓർമ്മയുണ്ടാകും, ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ അവന് ഓർമ്മയുണ്ടാകും, വീടിന്റെ അകത്ത് മക്കളെ പോറ്റുമ്പോൾ അവന് ഓർമ്മയുണ്ടാകും, അവൻ ജനങ്ങളുമായി സംസാരിക്കുമ്പോൾ അവന് ഓർമ്മയുണ്ടാകും, സദസ്സിൽ കൂടുമ്പോൾ അവന് ഓർമ്മയുണ്ടാകും. അല്ലാഹു തആല നിസ്കാരത്തിൽ ലക്ഷ്യമാക്കിയിട്ടുള്ള ദിക്ർ 5 നേരത്തെ ദിക്ർ തന്നെ. വാസ്തവത്തിൽ 5 നേരം ഈ നേരം തന്നെ, അതായത് സുബ്ഹ്, ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശ, നമുക്കറിയപ്പെട്ട ഈ 5 നേരം തന്നെ നിസ്കാരം നിബന്ധനയാക്കാനും നിയമമാക്കാനും എന്ത് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് ഇതിനൊരു കാരണം വ്യക്തമല്ല. ഇത് അള്ളാഹു അങ്ങനെ നിർദ്ദേശിച്ചു എന്ന് നാം മനസ്സിലാക്കേണ്ടതാകുന്നു. നിയതി ശരിയായ വേറെ ഏതെങ്കിലും പറഞ്ഞു മറ്റേതെങ്കിലും വിധിയിലേക്ക് ചാർത്താൻ പറ്റുന്ന ഒരു നിദാനം ഇതിനില്ല. പക്ഷേ ഇതിന് രഹസ്യം ഉണ്ടാവുമല്ലോ. പല പണ്ഡിതന്മാരും ഇതിന്റെ രഹസ്യങ്ങൾ വിവരിക്കുന്നു. മഹാനായ ഇമാം ഖസ്തലാനി സ്വഹീഹുൽ ബുഖാരിക്ക് 1-ാം നമ്പർ വ്യാഖ്യാനം, ഇർഷാദു സാരി എന്ന ഏറ്റവും പ്രമുഖമായ വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയ പണ്ഡിതനാ ഖസ്തലാനി. അദ്ദേഹത്തിന്റെ മറാസിദു സ്വലാ എന്ന നമസ്കാരത്തിൽ അദ്ദേഹം വിവരിക്കുന്നു, ഈ 5 നേരം തന്നെ കണക്കാക്കിയത് മനുഷ്യന്റെ സമയങ്ങളിൽ ഏറ്റവും ഒഴിവ് സാധാരണഗതിയിൽ ശരാശരി മനുഷ്യന്മാർക്ക് കാണുന്ന നേരത്. ഈ നേരത്ത് അവന്റെ മനസ്സിൽ അള്ളാഹുവിന്റെ സ്മരണ കൊണ്ടുവരാൻ, സദാസമയവും ഈ ദിക്ർ ഉണ്ടാക്കാൻ ഈ നേരങ്ങളിലെ ഓർമ്മപ്പെടുത്തൽ പറ്റും. 5 ചുരുക്കുന്നത് 50 വഖത്തുള്ള നിസ്കാരം മൂസാ നബി അലൈഹിസ്സലാമിന്റെ അപേക്ഷപ്രകാരം, ഉപദേശപ്രകാരം ആരംഭ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിലേക്ക് മേറാജിന്റെ രാത്രിയിൽ പോകുമ്പോ 5 വീതമാണ് ചുരുക്കിയത്. 5 വീതം 45 പിന്നെ 40 പിന്നെ 35 ഇങ്ങനെ അവസാനം 5 മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ് നിങ്ങൾ ഒന്നുകൂടി മടങ്ങണം, ഇതൊന്നും ഉമ്മത്തിന് താങ്ങാൻ കഴിയൂല. അല്ലാണ്ട് റസൂൽ ആളെ പറഞ്ഞ എന്താ, ഇങ്ങനെക്ക് ഞാനാണ് പോകാൻ, ഇങ്ങനെക്ക് നാണാ പോകാന്. നബി മനസ്സിലാക്കി
നബി അള്ളാഹുവിന്റെ ഈ 5 വീതം ചുരുക്കൽ എന്ന് മനസ്സിലാക്കി. കാരണം ഇന്നത്തെ കുറി പോയാൽ ഇനി നിൽക്കാരം മാണ്ടാന്നാ പറഞ്ഞത്. കാരണം 5 ചുരുക്കി വരുന്നത്. 50 45 45 40 40 35 അവസാനം 5 ഇന്നും മൂസാനബിന്റെ ഉപദേശം കേട്ടുകൊണ്ട് അള്ളാന്റെ ഹബീബായ നബി പോകാൻ തിരിഞ്ഞാല് അള്ളാന്റെ ഹബീബ് മൂസാ നബി ആവും. ഇത് രണ്ടും രണ്ടാ. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ സ്വഭാവവും സ്ഥാനവും അല്ല ഹബീബുല്ലാഹി അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അതുകൊണ്ട് ഹബീബായ നബി തങ്ങൾ പറയുന്ന 5 വീതം ചുരുക്കി തന്നപ്പോൾ മനസ്സിലായി 5 ഇത് അവസാനത്തതാ. ലാ യുബദ്ദലുൽ ഖൗലു ലദൈ. ഇനി ഇവിടെ അങ്ങോട്ട് മാറ്റമില്ല. ഇനി ഞാൻ മാറ്റാൻ ആവശ്യപ്പെട്ടാൽ അതിൻ്റെ അർത്ഥം ഈ 5 കൂടി ഒഴിവാക്കിയിട്ട് നിൽക്കാരം മാണ്ടാമാക്കണമെന്നാണ് ബഹുമാനപ്പെട്ട ഹബീബായ നബിക്ക് ഓർമ്മയായി. നബി പറഞ്ഞു ഇന്നിച്ചു പോകാമെന്നാണ്. അങ്ങനെ 5. എന്താണ് ഈ 5? ഈ 5 ഖസ്തല്ലാനി ഇമാം അവർ പറഞ്ഞത് അത്യാവശ്യം ശരിയാണല്ലോ. അതിരാവിലെ സൂര്യൻ ഉദിച്ചിട്ടാ നമ്മൾ എന്തെങ്കിലും ഒരു പണിക്കിറങ്ങുക. നേരം വെളുത്തിട്ട് നല്ലോണം പറക്ക വെളുത്തിട്ട് അതിന്റെ മുമ്പാണല്ലോ സുബ്ഹ്. സൂര്യോദയത്തിന്റെ പ്രഭാകിരണങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നതിന്റെ പ്രഥമ വേള ഫജ്റു സ്വാദിഖ് എന്ന് പറയുന്നതാ. സൂര്യൻ പോകുന്ന സൂര്യൻ പ്രത്യക്ഷപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ അതിന്റെ കിരണങ്ങളും പ്രകാശങ്ങളും ലേശം വന്നു തുടങ്ങും. അത് നല്ലോണം ശരിക്ക് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയ തുലൂഉൽ ഫജ്റു സ്വാദിഖ്. അന്നേരം ഒഴിവന്നെയാ സാധാരണ ശരാശരി മനുഷ്യന്മാർക്ക്. അന്തിക്ക് കാവലുള്ളവർക്ക് ആ നേരം ഒഴിവുണ്ടാവില്ല. അത് വേറെ, അത് ശരാശരിപ്പെട്ടതല്ല. സാധാരണ ഗതിയിൽ ആലോചിച്ചാൽ ആ നേരം ഒഴിവാ. നട്ടുച്ച നേരം വരെ പണിയെടുക്കുന്ന ഒരാൾക്ക് ആ നട്ടുച്ച നേരത്തെത്തിക്കഴിഞ്ഞ ശേഷം ആ ഉച്ച നേരത്ത് ഉച്ചയിലെത്തുമ്പോൾ ആ സമയത്തൊരു ലേശൊരു വിശ്രമം ഏതാനും ആളുകൾക്കൊക്കെ ഉണ്ടാവും. അന്നേരൊരു മയക്കവും അന്നേരൊരു കടത്തവും. അത് സാധാരണഗതിയിലാണ് ഉച്ചക്ക്. അന്നേരാണല്ലോ ദുഹ്റ്. പിന്നെയും ദുഹ്റ് കഴിഞ്ഞിട്ട് വീണ്ടും പണിയെടുത്തിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പണിയെടുക്കുന്ന ഒരാൾക്ക് വീണ്ടും വിശ്രമം വരികയും പണി മതിയാക്കുകയും ചെയ്യുന്ന നേരത്താണല്ലോ അസ്ർ. കൃത്യമായി 5 മണി 1 മണി 8 മണിക്കൂർ ജോലി എന്നൊന്നും അങ്ങനെ അവസ്ഥയില്ല. മഗ്‌രിബ് വരെയുള്ള സമയമാണല്ലോ അസറിന്റെ സമയം. ആ സമയങ്ങൾ നോക്കിയാൽ സാധാരണഗതിയിൽ പകലിലെ അധ്വാനത്തിന് വിശ്രമം വരുന്നൊരു നേരം. ശേഷം അസ്തമയ ശേഷം രാത്രിയുടെ തുടക്കമാണ് രാത്രിയിൽ പ്രവേശിക്കുക. രാത്രിയും ദിക്റിലാവട്ടെ പകലിൽ ദിക്ർ കൊണ്ട് തുടങ്ങിയതുപോലെ കടന്നുറങ്ങാൻ പോകുമ്പോൾ ഐശ്യം കഴിഞ്ഞാൽ പിന്നെ ഗാഠനിദ്ര. നമ്മൾ ആലോചിച്ചാൽ അങ്ങനെ 17 റക്അത്തുകൾ നോക്കി നിങ്ങൾ. 17 റക്അത്തുകൾ ഈ 5 നേരത്ത്. ഈ 5 നേരത്തെ 17 റക്അത്തുകൾ ശരാശരി മനുഷ്യന്റെ ജാഗ്രതാവസ്ഥ, ഉറങ്ങാത്ത അവസ്ഥ 17 മണിക്കൂറാണ്. ശരാശരി ഉറക്കിന് 8 മണിക്കൂറാണല്ലോ. അതൊരു 7 മണിക്കൂറായി കൂട്ടിക്കോളി. 17 ഒരു 7 മണിക്കൂർ ഉറങ്ങുക. ഒരു 7 മണിക്കൂർ സാധാരണഗതിയിൽ ഉറങ്ങിയാൽ ബാക്കി ഒരു 17 മണിക്കൂർ മനുഷ്യന് വളരെ കൃത്യമായിട്ട് ജാഗ്രത. ഈ ജാഗ്രതക്ക് കണക്കാക്കിയിട്ട് 17 റക്അത്ത് ഒഴിവുള്ള നേരം നോക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്നു. ഈ ഒഴിവിന്റെ സമയത്ത് നമ്മെ ചിന്തിപ്പിക്കാൻ, നമ്മെ അനുസ്മരിപ്പിക്കാൻ, അല്ലാഹുവിന്റെ ദിക്റിലേക്ക് നമുക്ക് പ്രചോദനം നൽകാൻ, അല്ലാഹുവിന്റെ ദാക്കിരീങ്ങളാക്കി ജീവിതത്തിൽ ആശകളും നമ്മെ പരിവർത്തിപ്പിക്കാനുള്ള ഇടപാടാണ് നിസ്കാരം. കേവലം ആഖിറത്തിൽ കൂലി കിട്ടാനുള്ള ഒരു കർമ്മം എന്ന കണ്ണുകൊണ്ട് മാത്രം കാണരുത്. അതൊരു ഭാഗമാണ്. പക്ഷേ അതോടൊപ്പം മനുഷ്യന്റെ ഈമാനികമായ ജീവിതത്തിൽ, വിശ്വാസപരമായ ജീവിതത്തിൽ, തഖ്വയുടെ ജീവിതത്തിൽ വെളിച്ചം നൽകാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം, ദീനിയായ ഒരു ലക്ഷ്യം, ശറഇന്റെ തീരുമാനങ്ങൾക്ക് വിധേയമാകുന്ന അനുബന്ധമാകുന്ന ഒരു ലക്ഷ്യം, ഹിക്മത്ത്, അത് രഹസ്യം ഇതിന്റെ ഉള്ളിലുണ്ട്. ഈ രഹസ്യം ഈ ഒഴിവ് സമയങ്ങളിൽ അല്ലാഹുവിനെ അനുസ്മരിപ്പിക്കുകയാണ്. മനുഷ്യന്റെ കാമക്രോധ മോഹാദി വികാരങ്ങൾ ഇത് അത്യാവശ്യ. മനുഷ്യനെ കാമല്ലാഞ്ഞാൽ മനുഷ്യന്റെ ജീവിതം നടക്കൂല്ലോ. മോഹമില്ലാഞ്ഞാൽ മനുഷ്യന്റെ ജീവിതം നടക്കൂല്ലോ. ക്രോധമില്ലാഞ്ഞാൽ മനുഷ്യന് ശത്രുക്കളിൽ നിന്നൊന്നും തടഞ്ഞു ജീവിക്കാൻ കഴിയില്ലോ. മനുഷ്യന് ഇത് ആവശ്യത്തിന് വേണ്ടി തന്നതാണെങ്കിലും ഇത് പലപ്പോഴും അതിക്രമിക്കാറാണ്. ഈ അതിക്രമങ്ങൾ മൂലം വരുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും മനുഷ്യനെ ഓർമ്മിപ്പിക്കുകയും മനുഷ്യന് പിന്തിരിപ്പിക്കുകയും ചെയ്യേണ്ട ഓർമ്മ അവന്റെ മനസ്സിൽ സദാ വേണം. ഈ ഓർമ്മ നമുക്കിങ്ങനെ വെന്നു മുട്ടിക്കാൻ, ഹൃദയത്തിന്റെ അകത്ത് മുട്ടിക്കാൻ, ഇതിനാണ് നിസ്കാരം. 5 വഖത്ത് നിസ്കാരം ഈ സമയം തന്നെ കണക്കാക്കപ്പെട്ടത് ഒഴിവ് നേരം നോക്കിയിട്ട്. വേറൊരർത്ഥത്തിൽ കൂടെ പറഞ്ഞവരുണ്ട്. മഹാനായ ഇമാം റംലി